കല്യാണം കഴിക്കണമെങ്കിൽ എനിക്കൊരു വെള്ള പെണ്ണ് വേണം, വെളുത്ത പെണ്ണ് വേണം. ഈ വെളുത്ത പെണ്ണിനെ കിട്ടാൻ കരുതി തേടി തേടി ഇവൻ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയൻകീഴ് ക്ഷേത്രത്തിൽ തൊഴുതോണ്ടിരുന്നപ്പം 2 പെൺകുട്ടികളെ കണ്ടത്. എന്ന് പറയുമ്പം ഗോപൻ സ്വാമിയുടെയും അച്ഛന്റെ അച്ഛൻ മരുത്വമലയിൽ സമാധിയായതാണ്. മരുത്വമലയിൽ സമാധിയായെന്ന് എനിക്കൊരു 3 വയസ്സ് പ്രായമുള്ളപ്പം പറയുന്നത് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അത് കേട്ട് ഗോപൻ സ്വാമിയും സമാധിയാകണം എന്ന് ആഗ്രഹിച്ചിരുന്നു. സമാധി ആകണമെന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നില്ല. സമാധി ആകണമെന്ന് ഒരു 30 കൊല്ലം കൊണ്ടാണ് അവൻ മനസ്സിൽ ദൃഢമായി തറപ്പിച്ചു വെച്ചിരുന്നത്. നിങ്ങളോടത് പറയുമായിരുന്നു? നമ്മളുടെയൊക്കെ എല്ലാവരുടെയും ഒക്കെ പറയുമായിരുന്നു. അത് എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും പറയും. ഭസ്മം കഴുത്തുവരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായത് കൊണ്ടായിരിക്കും അല്പം കൂടി താന്നിരിക്കുന്ന നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. മുഖം തിരിച്ചറിയാം, പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പൊതിച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഇതുകൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. വെള്ളയായിട്ടാണ് കണ്ടത്, തോന്നിയത്. പക്ഷേ അത് ഗോപൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻ സ്വാമി എന്ന് തന്നെ അറിയാം. നമ്മൾ അൺബോക്സിംഗ് വീഡിയോകൾ ഒത്തിരിയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു അൺബോക്സിങ്ങിന് പോലും ഇതുപോലെ നമ്മൾ കാത്തിരുന്നിട്ടുണ്ടാകില്ല. എന്നാൽ ഗോപൻ സ്വാമിയുടെ സമാധിയുടെ അൺബോക്സിംഗ്, അതായത് കല്ലറയുടെ അൺബോക്സിംഗ്, ഇത് കാണാനായിട്ട് കാത്തിരുന്നവർ ചില്ലറയൊന്നുമല്ല. ഇഷ്ടം പോലെ ജനങ്ങളാണ് ഈ ഒരു സമാധിയുടെ അൺബോക്സിംഗ് കാത്തിരുന്നത്. പോലീസുകാർ അൺബോക്സിംഗ് ചെയ്തതിൽ വെച്ച് ഇത് ഒരു 1.5 അൺബോക്സിംഗ് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന ഈ ഗോപൻ സ്വാമിയുടെ കല്ലറ തുറക്കാനായിട്ട് എത്തിയെങ്കിലും അവർക്കത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അവിടെ ഉള്ളവരൊക്കെ ബഹളം ഉണ്ടാക്കി, അതുപോലെ തന്നെ വീട്ടുകാർ ബഹളം ഉണ്ടാക്കി, പിള്ളേരൊക്കെ അവിടെ കിടന്ന് അലക്കുകയും വിളിക്കുകയും അമ്മ കടന്ന് ഓ ശിവനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളുകയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്തുമായാലും അത് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ കോടതിയെ സമീപിച്ചു. എന്തു പറയാനാണ്, ഇന്ന് രാവിലെ 7:15 ആയപ്പം അവരെഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പോലീസുകാർ വന്ന് അതങ്ങ് പൊളിച്ചു. ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കുന്ന കണ്ടുകൊണ്ട് മകൻ എത്തിയെങ്കിലും ഒരക്ഷരം മിണ്ടാതെ, കമാശിമ മിണ്ടാതെ പുള്ളിക്കാരൻ വീട്ടിൽ കയറിപ്പോയി. വീട്ടുകാർ പോലും വെളിയിലിറങ്ങിയില്ല. പോലീസുകാരെന്ത് ചെയ്തു, അകത്ത് കയറി സംഭവം അങ്ങ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ എന്താ, ഇവർ പറഞ്ഞതുപോലെ തന്നെ ഗോപൻ സ്വാമി ഉള്ളിലുണ്ട്. പുള്ളിക്കാരൻ ഇരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ സന്യാസി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഇരുന്ന് സന്നിധിയായി മാറിയതാണെന്നാണ് അവർ പറയുന്നത്. ഇത്രയും പുള്ളി എങ്ങനെയാണോ മക്കൾ പറഞ്ഞ് അതുപോലെ തന്നെ ഇത്രയും ഈ പറയുന്ന പൂജാദ്രവ്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കർപ്പൂരവും അതോടൊപ്പം തന്നെ ഭസ്മവും ഒക്കെ ഇട്ടിട്ടാണ് അതിനകത്ത് അടക്കിയിട്ടുള്ളതെന്നാണ് മക്കൾ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് സംഭവവും ഉള്ളതും. അങ്ങനെ പോലീസുകാർ ഈ മൃതദേഹം വെളിയിലെടുത്തതിന് ശേഷം ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ റിപ്പോർട്ട് വന്നാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, ശ്വാസം മുട്ടി മരിച്ചത് തന്നെ ആകാനാണ് സാധ്യത. എന്തുമായാലും അത് വരട്ടെ. എന്തുമായാലും ഈ സമാധി തുറന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കൗൺസിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കേട്ടു നോക്കി. തുറന്നപ്പോൾ ചേട്ടാ എന്താണ് ആദ്യം തുറന്നപ്പോൾ പോലീസിന്റെ നടപടികൾ എങ്ങനെയായിരുന്നു? ആദ്യം വന്നിട്ട് ആ മേൽമൂടി മാറ്റുകയാണ് ചെയ്തത്? അല്ല, അവരാദ്യം അളവൊക്കെ എടുത്തു. അവിടെ മണ്ണൊക്കെ ആദ്യം വാരിയെടുത്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം RDOയുടെ സാന്നിധ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സ്ലാബ് ജോലിക്കാർ വെച്ചു. സ്ലാബ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം 3 സൈഡ് ഫ്രണ്ടിൽ 2 സ്ലാബായിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി. എന്നിട്ട് ഒരു സൈഡ് ആദ്യം പല സൈഡ് പൊളിച്ചു. അതിൽ പുറത്താണ് സിമന്റ് കൊണ്ട് പൂശിയിരുന്നത്. സിമന്റ് കെട്ടായിരുന്നു, ചുടുകല്ലായിരുന്നു. ഭസ്മം കഴുത്തുവരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായത് കൊണ്ടായിരിക്കും അല്പം കൂടി താന്നിരിക്കുന്ന നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാം, പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പൊതിച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിന്റെയും കർപ്പൂരത്തിന്റെയും ഇതുകൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. വെള്ളയായിട്ടാണ് കണ്ടത്, തോന്നിയത്. പക്ഷേ അത് ഗോപൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻ സ്വാമി എന്ന് തന്നെ അറിയാം. ഇരുന്നതെല്ലാം അതുപോലെ തന്നെയാണ്. പൂജാദ്രവ്യം ഇല്ല, ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് അറിയാമായിരുന്നു. ഉണ്ടാണ് കർപ്പൂരം. എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും കൂടി? 7:15 തൊട്ട് 9:30 വരെ, 9:15 വരെ. നമുക്ക് ഫോണെല്ലാം അവര് മാറ്റി വാക്കിയായിരുന്നു. ഇരിക്കുന്ന അവസ്ഥയില്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് കൊണ്ടുപോയത്? അല്ലല്ല, പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി.
ടേബിളിൽ കിടത്തി മൊത്തം പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടത്തി ആണ് കൊണ്ടുപോയി ആർടിയുടെ സാന്നിധ്യത്തിൽ. ഇല്ലല്ല, പക്ഷേ വായ മാത്രമാണ് ഒരു വല്ലാത്ത ഇതിൽ തുറന്നിരിക്കുകയായിരുന്നു. നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ വായ്ക്കകത്ത് ഒരു വല്ലാത്ത നിറം, അത്രേ ഉള്ളൂ. അരക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. പേരെങ്ങനെയാ? എൻ്റെ പേര് പ്രസന്നകുമാർ. സാക്ഷിയായിട്ട് കൊണ്ടുവന്നാണ്. ഞാൻ കൗൺസിലറാണ്. ഇവിടെ നെയ്യാറ്റിൻകര കൗൺസിലർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. കല്ലറ പൊളിക്കുമ്പോൾ ഇദ്ദേഹം അടുത്തുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് ആ ബോഡി ഉള്ളത് എന്നത് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ പറഞ്ഞ ഗോപൻ സ്വാമിയുടെ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട്. ഇവരുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത്, അതായത് ഗോപൻ സ്വാമിയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത് അപ്പൂപ്പൻ സമാധി ആയത് കേട്ടപ്പോൾ തന്നെ എനിക്കും സമാധി ആകണമെന്നുള്ള ആഗ്രഹം പുള്ളിക്കുണ്ടായിരുന്നു എന്ന് ഈ പറയുന്ന സഹോദരി പറയുന്നുണ്ട്. അതിനുവേണ്ടി ഈ പുള്ളിക്കാരൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെന്നും ഇത് സമാധി ആകുമെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് സഹോദരി പറയുന്നത്. എന്തായാലും സഹോദരി പറയുന്ന ആ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. എന്തായാലും സഹോദരി പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഇവർ തമ്മിൽ അണ്ണനുമായിട്ടൊക്കെ ഒരു കോണ്ടാക്റ്റും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ചെറുപ്പത്തിലെ സമാധിയാകുമെന്ന് ചേട്ടൻ പറയും. അണ്ണന് അത് അച്ഛൻ ഈ കഥ അപ്പൂപ്പൻ മരിച്ച കഥ പറഞ്ഞതിന് ശേഷം അണ്ണനൊരാഗ്രഹം ഉണ്ടായിരുന്നു. അണ്ണൻ അടിമുറയൊക്കെ പഠിച്ചിട്ടുണ്ട്. വലുതായതിനു ശേഷം ഒരു ആശാനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അണ്ണൻ അടിമുറ പഠിപ്പിച്ചിട്ടുണ്ട്. ബർമാണി തടവാനും എല്ലാത്തിനും അറിയാം. ആൾക്കാർ രോഗിയായിട്ട് വരണവരെ കൈ ഒടിഞ്ഞു പിന്നെ തറമ്പിയും ഒക്കെ വരണ സമയത്ത് എൻ്റെ അണ്ണൻ തന്നെ എല്ലാം തടവി റെഡിയാക്കിയൊക്കെ വിടും. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ആദ്യമൊക്കെ. അപ്പം വിവാഹം കഴിക്കണില്ല, എനിക്ക് വിവാഹമേ വേണ്ട, ഞാൻ സ്വാമിയായിട്ട് പോകും അച്ഛ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് അണ്ണൻ കല്യാണം കഴിഞ്ഞത്. അത് എന്തെന്ന് പറഞ്ഞാൽ അച്ഛന്റെ നിർബന്ധ പ്രകാരമായിട്ടെങ്കിലും എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എനിക്കൊരു വെള്ള പെണ്ണ് വേണം, വെളുത്ത പെണ്ണ് വേണം. ഈ വെളുത്ത പെണ്ണിനെ കിട്ടാൻ കരുതി തേടി ഇവൻ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മലയൻകീഴ് ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിന്നപ്പം 2 പെൺകുട്ടികളെ കണ്ടത്. അങ്ങനെ അവളെ കണ്ടിഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ആളുകളും എൻ്റെ ആളുകളും എല്ലാവരും കൂടി പോയി എൻ്റെ അണ്ണൻ കല്യാണം കഴിഞ്ഞു. 3 കുട്ടി. ആള് കൊള്ളാമല്ലോ. വെളുത്ത പെണ്ണിനെ തന്നെ കല്യാണം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ ഇപ്പോഴത്തെ ആ ഭാര്യയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. കൊള്ളാം അല്ലേ? അത് കഴിഞ്ഞ് പുള്ളിക്ക് ആദ്യം കല്യാണം കഴിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിരുന്ന ആളാ. അടിമുറകളൊക്കെ പഠിച്ച്, അതോടൊപ്പം തന്നെ തിരുമല ഒഴിച്ചല് അങ്ങനെ തുടങ്ങി എല്ലാം പഠിച്ച് ഞാൻ സ്വാമിയായിട്ട് നിൽക്കും, അതോടൊപ്പം തന്നെ എൻ്റെ അപ്പൂപ്പൻ സമാധി ആയതാണ്, അതുപോലെ തന്നെ ഞാൻ സമാധി ആകും എന്നൊക്കെ പറഞ്ഞ് നിന്ന ആളാ. പക്ഷേ അച്ഛൻ പറഞ്ഞു, മകനെ നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതിൻ്റെ നിർബന്ധ പ്രകാരം ഞാനൊരു വെളുത്ത പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പിടിവാശിയായി നിന്ന ആള് ഒരു അമ്പലത്തിൽ പോയി തൊഴുതുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കാണുന്നു, അതിനെ കല്യാണം കഴിക്കുന്നു. അവർക്ക് 3 കുട്ടികളാണ് ഉള്ളത് എന്നും ഈ സഹോദരി പറയുന്നുണ്ട്. ഓക്കെ, സഹോദരി പറയട്ടെ ബാക്കി. 2 പെൺകുട്ടികളെ കണ്ടത്. അങ്ങനെ അവളെ കണ്ടിഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ ആളുകളും എൻ്റെ ആളുകളും എല്ലാവരും കൂടി പോയി എൻ്റെ അണ്ണൻ കല്യാണം കഴിഞ്ഞു. 3 കുട്ടികളും ഉണ്ട്, ആൺകുട്ടികളാണ്. മൂത്ത ആള് മരിച്ചുപോയി. ഇപ്പൊ 2 മക്കളുണ്ട്. എന്തെങ്കിലും അസുഖം വന്ന് അത് ബോളി ഇവിടെ ചട്ടത്തിലെടുത്ത് അത് അലിയാതെ ഇരുന്ന് കല്ലിച്ചിരുന്ന് നമുക്കെന്ന് പറഞ്ഞുകൂടായിരുന്നു. പോളിയോ കല്ലിച്ചിരുന്ന് ആ ഞരമ്പ് വഴി തളർന്ന് പിന്നെ ഒരു കയ്യും ഒരു കാലും നടക്കാൻ പറ്റാതായി. അങ്ങനെ ചിത്രയിൽ കിടന്ന് വർഷങ്ങളോളം ചികിത്സിച്ചു. വീട്ടില് വേറെ ആരെങ്കിലും സമാധിയായിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഈ പറയുന്ന മൂത്ത മകനെ സമാധിയാക്കിയതാണ് എന്ന് പറഞ്ഞൊരു കഥ നാട്ടുകാർ പറഞ്ഞ് പ്രചരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ സഹോദരി പറയുന്നത് അത് പോളിയോ വന്ന് അതോടൊപ്പം ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ട് കുറേ നാൾ കിടന്ന് ആണ് മരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാട്ടുകാർ ചുമ്മാ ഓരോന്ന് കെട്ടിച്ചമച്ച് വിടുവാണെന്ന് എനിക്കറിയത്തില്ല. നാട്ടുകാരിങ്ങനെ കണ്ണിക്കണ്ട് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാ അങ്ങ് കത്തിച്ച് കയറ്റിച്ച് അങ്ങ് വിടുവാൻ തോന്നുന്നു. ഓക്കെ, ബാക്കി പറയുന്നത് കേൾക്കാം. ഏതാ മുത്തശ്ശൻ എന്തോ സമാധിയാവും? ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛന്റെ അച്ഛനാണ് സമാധിയായത്. സമാധിയായത് മരുത്തോമലയില്. ആ വിവരമാണ് എന്റെ അണ്ണനോട് എന്റെ അച്ഛൻ കഥ പറയണത്. അതായത് ചേച്ചിയുടെ അച്ഛന്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഗോപൻ സ്വാമിയുടെയും അച്ഛന്റെ അച്ഛൻ മരുത്തോമലയിൽ സമാധിയായതാണ്. മരുത്തോമലയിൽ സമാധിയായെന്ന് എനിക്കൊരു 3 വയസ്സ് പ്രായമുള്ളപ്പം പറയുന്നത് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അത് കേട്ട് ഗോപൻ സ്വാമിയും സമാധിയാകണം എന്ന് ആഗ്രഹിച്ചിരുന്നു. സമാധി ആകണമെന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നില്ല. സമാധി ആകണമെന്ന് ഒരു 30 കൊല്ലം കൊണ്ടാണ് അവൻ മനസ്സിൽ ദൃഢമായി തറപ്പിച്ചു വെച്ചിരുന്നത്. നിങ്ങളോടത് പറയുമായിരുന്നു? നമ്മളുടെയൊക്കെ എല്ലാവരുടെയും ഒക്കെ പറയുമായിരുന്നു. അത് എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും പറയും, ഞാൻ പിന്നെ കല്ലറയൊക്കെ ശരിക്കും നേരത്തെ കെട്ടി ഒക്കെ റെഡിയാക്കും, എനിക്ക് സമാധി ആയേ പറ്റൂ. അത്രയ്ക്ക് എനിക്ക് ദൈവവിശ്വാസമുണ്ട്. ദൈവത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ദൈവത്തിനെ ദാനിക്കുകയാണ്. നിങ്ങൾ കുറച്ച് നാളായിട്ട് അടുത്ത ബന്ധമില്ലായിരുന്നു എന്ന് തോന്നുന്നു അങ്ങളെ? അത് ഞാൻ പറഞ്ഞല്ല, അതിനെക്കുറിച്ച് ഇനി എന്തൊരു പറയാം. എത്ര വർഷമായി? 4 വർഷം തികയാൻ പോണു. മെയ്. അങ്ങനെ ഈ ഗോപൻ സ്വാമി ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന സഹോദരി പറയുന്നത്. അതുമല്ല, അപ്പൂപ്പൻ സമാധി ആയ കഥ അച്ഛൻ പറയുന്നത് കേട്ട് അന്ന് തൊട്ടേ പുള്ളിക്കാരന് എനിക്കും സമാധി ആകണമെന്നുള്ളൊരു ചിന്തയിലൂടെയാണ് 30 വയസ്സായപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ്റെ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന സഹോദരിയുടെ ഹസ്ബൻഡിനോടും സഹോദരിയോടും വീട്ടുകാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് മക്കളും പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ള രീതിയിലായിരിക്കണം അവരത് ചെയ്തത്, ആ കർമ്മം ചെയ്തത് എന്നാണ് തോന്നുന്നത്, ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ.
പക്ഷെങ്കിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് അങ്ങ് കടന്നു വരികയുമുണ്ട് ഇതിനകത്ത്. ഓക്കെ, ബാക്കി 9-ാം തീയതി തികയും എന്റെ ഭർത്താവ് മരിച്ചിട്ട് 4 വർഷം. അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ അണ്ണന്റെ മുഖം ഞാൻ കണ്ടിട്ടുമില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല, വന്നിട്ടുമില്ല. ആരെങ്കിലൊക്കെ പറഞ്ഞ് വിശേഷങ്ങൾ അറിയാറുണ്ട്? ഞാൻ ചോദിക്കും. അണ്ണന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു തൊഴിലുറപ്പിനൊക്കെ എന്റെ വീട്ടിൽ വരും. വരണ സമയത്ത് എന്റെ അണ്ണന്റെ ഫാമിലിയെ കുറിച്ചും അണ്ണനെ കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കണടി, ഒരു കുഴപ്പമില്ല, അസുഖങ്ങളൊന്നും ഉള്ളതായിട്ടൊന്നും ഒന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് മുമ്പൊക്കെയാണ്. ഇപ്പൊ ഒരു 1-1.5 വർഷം കൊണ്ട് ഞാൻ അതും അറിയക്കില്ല. അങ്ങനെയൊക്കെ. മരിച്ച വിവരം എങ്ങനെ അറിഞ്ഞേ? ഞാൻ പറഞ്ഞല്ല, തേങ്ങ വെട്ടുന്ന ഒരാളല്ലേ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. ചേച്ചി, മാമി ഇതേപോലെ ഗോപസ്വാമി മരിച്ചുപോയി, നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. അപ്പം നീ പറഞ്ഞാണ് ഞാൻ അറിയണത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത്, അല്ലാതെ അറിഞ്ഞില്ല, ഞാൻ പോയതുമില്ല. സഹോദരനെ ഒന്ന് അവസാനം കാണണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ പ്രേതം ഇല്ലെന്ന് എല്ലാവരും പറയണ്. സ്വാമി പിന്നെ ഗുഹയ്ക്കകത്താണെന്ന് പറഞ്ഞു. പിന്നെ എന്തിനു കണ്ടിട്ടും കാര്യമില്ലെന്ന് വിചാരിച്ചു. അല്ല, ഗുഹയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ സ്ലാബിനകത്ത് മൂടുന്നതിന് മുമ്പ് കാണണമെന്ന് അറിഞ്ഞില്ലല്ലോ. നമ്മളത് അറിഞ്ഞില്ലല്ലോ. അങ്ങനെ അറിയിക്കാത്തതിൽ വിഷമമുണ്ടോ? വിഷമമൊക്കെ ഉണ്ട്. വിഷമം സഹോദരങ്ങളല്ലേ, ഒരു കൂടപ്പറപ്പല്ലേ, അതൊക്കെ ഉണ്ട്. ഇല്ലെന്ന് പറയണില്ല, ഉണ്ട്. ശരി തന്നെ. അത് അവർ പറഞ്ഞൊരു കാര്യം ശരിയാണ്. സഹോദരങ്ങളല്ലേ, ഒന്ന് അവസാനമായിട്ട് ഒരു നോക്ക് കാണാനുള്ള ഒരു ചാൻസ് തന്നില്ല എന്ന് പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന ഗോപൻ സ്വാമി സമാധിയാകും എന്നുള്ളത് ഇവരുടെ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ സഹോദരിയും അത് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. 4 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധങ്ങളും കോൺടാക്റ്റുകളും ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ പോലും സഹോദരനോട് സ്നേഹമുണ്ടായിരുന്നു എന്നും അച്ഛൻ പറയുന്നത് കേട്ട്, അതായത് മുത്തച്ഛൻ സമാധിയായത് കേട്ട് ഇൻസ്പിറേഷനായിട്ടാണ് ഈ പറയുന്ന ഗോപനും സമാധിയാകണമെന്ന് ചിന്താഗതി വന്നത് എന്ന് ഇവിടെ സഹോദരി പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ കല്ലറ അൺബോക്സിങ് ചെയ്തുകൊണ്ട് പോലീസുകാർ പോസ്റ്റ്മോർട്ടത്തിനായി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി എന്താണ് സംഭവങ്ങളൊക്കെ നമുക്ക് പുറകാലെ അറിയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.